ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. നിത്യകാലം മുഴുവൻ യേശുവിനോടൊപ്പം വസിക്കുന്ന നിത്യജീവനാണ് നമ്മുടെ പരമമായ ലക്ഷ്യം. അതിനാൽ നമ്മുടെ നിത്യതയെ ദോഷകരമായി ബാധിക്കുന്നതും അതിനെ നഷ്ടപ്പെടുത്തുന്നതുമായ യാതൊന്നും ജീവിതത്തിൽ കടന്നുകൂടാൻ പാടില്ല. രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള യാതൊന്നും നമുക്ക് ഇനി ശ്രേഷ്ഠമായതല്ല. ലോകപ്രകാരം ജീവിക്കുന്നവരാണ് പാരമ്പര്യത്തിലും കുടുംബ മഹിമയിലുമെല്ലാം ഊറ്റം കൊള്ളുന്നത്. എന്നാൽ നമ്മെ രക്ഷിച്ചത് ഇവയൊന്നുമല്ല, പ്രത്യുത കാൽവരിയിലെ ദൈവസ്നേഹമാണ്. അത് ലോകർക്ക് നിന്ദ്യമാണ്. അതിനെ പിന്തുടരുന്നവർ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരാണ്. അതേസമയം അനുഭവിച്ചറിയുന്നവർ ലോകത്തിന്റെ സ്ഥാനവും ബഹുമാനവും ഇച്ഛിക്കുന്നില്ല. അവർ ഏതിനായി വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന തിരിച്ചറിവും ബോധ്യവും ഉള്ളവരാണ്. ഈ ലോകത്തിലെ പലതും തങ്ങളുടെ ഓട്ടത്തെ തടസ്സപ്പെടുത്താനായി ആകർഷിച്ചാലും അവയെല്ലാം പിന്നിലാക്കി അവർ ഓട്ടം തുടരുന്നു. പിമ്പിലുള്ളവയുടെ ഓർമ്മയെ മായ്ച്ചു കളയുക മാത്രമല്ല അവർ ചെയ്യുന്നത്, അതിൻ്റെ സ്ഥാനത്ത് തങ്ങൾക്ക് എത്തിച്ചേരേണ്ട ലക്ഷ്യസ്ഥാനം ഇടം പിടിക്കുന്നു. അതിനുവേണ്ടിയാണ് പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. യേശുക്രിസ്തു തൻ്റെ ജീവൻ നൽകിയത് അതിനുവേണ്ടിയാണ്. ഇത്ര വലിയ വില തനിക്കായി നൽകപ്പെട്ടിരിക്കുമ്പോൾ അതൊരിക്കലും വെറുതെയായി പോകാൻ ഇടവരരുത്. നമ്മുടെ ലക്ഷ്യത്തെ മറക്കുന്നതൊന്നും കണ്ണിൻ മുൻപിൽ ഇടം പിടിക്കരുത്. വേഗത്തെ തടയുന്നതൊന്നും നാം കൂടെ എടുക്കരുത്. നിത്യത എന്ന ലക്ഷ്യം ഒന്നു മാത്രം മുന്നിൽ കണ്ട് പരമാവധി വേഗത്തിൽ അതിലേക്കോടാം. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.